വീണ്ടും നമ്മളിപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ ജാക്കറ്റ് ആയിട്ട് നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. അപ്പൊ ജാക്കറ്റ് ഇടാതെ വയ്യ. തലയിലിട്ടപ്പോൾ നജീബ്ക്ക് തലയിലിട്ടിട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ തലയിലിട്ടിരിക്കുക. ബാക്കിൽ നിന്ന് ക്യാമറ സന്തോഷേട്ടൻ പറയുന്നത് അല്ല ഒരാളിട്ടില്ലേ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ അതങ്ങ് മാറ്റി. ഇതൊരു വിഷയമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരാളെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഇത് ഇടാം, നജീബക്കാക്ക് വേണമെങ്കിൽ ഇടാതിരിക്കാം. രണ്ടുപേരും കൂടെ ഒരേ താളത്തിലേക്ക് ഒരു പോയിന്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് പൊരുത്തപ്പെടലാകാം, അല്ലെങ്കിൽ അത് വാലിഡേഷൻ എന്ന് പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് നീയത്തൊന്നാവുമ്പോൾ നമ്മളിനി എന്ത് ചിന്തിച്ചാലും വിഷയമില്ല. ഇൻറ്റൻഷൻ ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ പാർട്ട്നേഴ്സൊക്കെ ഞാൻ പറയുന്നത്, പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങൾ രണ്ട് തോട്ട് പ്രോസസ്സിലുള്ളവരായിരിക്കണം. വ്യത്യസ്തമായി ചിന്തിക്കണം, എന്നാലേ വ്യത്യസ്തമായ ആശയങ്ങളും ധാരകളും ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നീയത്തൊന്നായിരിക്കണം. നീയത്ത് പലതായിട്ട് നിങ്ങൾ ഒരേപോലെ ചിന്തിക്കുന്നവരായിട്ടും കാര്യമില്ല. ഇപ്പം എന്നെ നജീബക്കായി കാണുമ്പോഴൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, സഹോദരങ്ങളാണോ, ബന്ധുക്കളാണോ, ഉപ്പയാണോ, മകനാണോ, പലതും ചോദിക്കാറുണ്ട്. കാണാൻ ഏതാണ്ട് ഒരേപോലെ എന്നൊക്കെ തോന്നുന്നത് നീയത്ത് ഒന്നാവുമ്പോൾ ഉണ്ടാകുന്ന തോന്നലാണ്. അതൊരു ഭയങ്കര വിഷയമാണ് ഈ നീയത്തിൻ്റെ വിഷയം. ഇപ്പോൾ പറഞ്ഞു വരാൻ കാരണം ഇല എന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനുണ്ടായ ഒരു നീയത്തുണ്ടല്ലോ, അതെന്താണെന്ന് മനസ്സിലാവണം. കാരണം ഒരുപക്ഷെ എനിക്കറിയാമായിരിക്കും, ഇലയിലുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ഇലയെക്കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് മനുഷ്യർ കേരളത്തിലും പുറത്തുമൊക്കെ ഉണ്ടാവും. അപ്പം ഇല എങ്ങനെ ഉണ്ടായി നജീബ്ക്ക? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്, എൻ്റെ ഇത്രയും വയസ്സ് ഇപ്പോൾ 54 വയസ്സായി. ഈ 54 വയസ്സിൻ്റെ ജീവിതമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഒരു സ്വപ്നം, അത് ലോകത്തെ എവിടെയാണ് എല്ലാ മനുഷ്യർക്കും വരാവുന്ന ഒരിടമുള്ളത്, എല്ലാ മനുഷ്യർക്കും വരാവുന്ന ഒരിടം എവിടെയാണ്, നമ്മളെ കേൾക്കുന്ന ഇടം എവിടെയാണ്? കേൾക്കാൻ ആളുകൾ വേണം, നല്ല ലിസണർ എന്ന് പറയുന്ന കേൾക്കുന്ന മനുഷ്യരുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ഉദ്ദേശം ക്ലിയർ ആവണം എന്ന് പറയല്ലോ, ഇൻറ്റൻഷൻ ക്ലിയർ ആവണം എന്ന് പറഞ്ഞത്. കേൾക്കുന്ന മനുഷ്യരുണ്ടാവുന്ന ഇടം എവിടെയാണ്? അതെല്ലാ മനുഷ്യരും. ഇപ്പോൾ ഞാൻ ഉദാഹരണം എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മൂക്കിന് 2 ഓട്ടേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റർ ഒരേ രീതിയിലായി ഒരൊറ്റ അച്ചിലാണ് ഇതിനെ മുഴുവൻ വാർത്തെടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നായതുകൊണ്ട് ഞാൻ അവർ ശീലിപ്പിച്ച രീതിയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രൂപങ്ങൾ, നിറത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ ബേസിക്കലി ഒരു ഘടനയിൽ വന്ന മനുഷ്യർ, നമുക്കൊക്കെ ആദ്യം മനുഷ്യരാവാം, എന്നിട്ട് നമുക്കെല്ലാം ആവാം. അപ്പം ഇത് നമ്മളൊന്ന് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്. അതിനൊരു കാരണമായിട്ടുള്ള യാത്രകളാണ്, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളാണ്. ഇത് പറയേണ്ട വേറൊരു വിഷയമാണ് അത് പറയാൻ. അപ്പോൾ ഈ യാത്രകളിൽ എന്നെ സ്വാധീനിച്ച കുറേ മനുഷ്യരാണ്. അവരുടെ ജാതിയോ മതമോ ഒന്നുമല്ല നമ്മളെ സ്വാധീനിച്ചത്, ആ മനുഷ്യരുടെ സമീപനമാണ്. അവർ സമ്പന്നരോ അധികാരമുള്ളവരോ പ്രശസ്തരോ ഒന്നുമല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ മൂല്യവത്തായ കുറേ അവസ്ഥകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അങ്ങനെയാണ് ഇല എന്ന് പറയുന്ന ഒരു സ്പേസിനെ കുറിച്ച്, ഇല എന്ന് പറഞ്ഞ പേരൊക്കെ പിന്നെ വന്നതാണ്. എല്ലാ മനുഷ്യർക്കും വരാവുന്ന ഒരിടമുണ്ടാവണം എന്ന് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് എല്ലാ ആരാധനാലയങ്ങളിലേക്കും പോവുക. പക്ഷെ അവിടെ നമ്മളെ കേൾക്കാൻ ആൾ വേണ്ടേ? ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജീവിക്കുമ്പോൾ മറ്റൊരാളെ കേൾക്കാൻ നമ്മളും പ്രാപ്തരാകും. എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പ്രാപ്തരാകുന്ന ഒരു ലോകം ഉണ്ടാവുക എന്നുള്ളൊരു സ്വപ്നം, കുഞ്ഞു സ്വപ്നം. അപ്പോൾ ആ സ്വപ്നം, ആ ഉദ്ദേശം, ആ ഇൻറ്റൻഷൻ, അതിങ്ങനെ നമ്മുടെ ഉള്ളിലിങ്ങനെ കിടന്ന് വളർന്ന് ആ സാഹചര്യം അനുകൂലമായി വരികയാണ്.
അത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്നാണ് ഞാൻ പറയുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വന്നു ചേർന്നതാണ്. ഇപ്പം ഭയങ്കര ധൈര്യമാണ്. നമ്മൾ കൃത്യമായ ഒരു ഉദ്ദേശത്തിലിരുന്നാൽ പൗലോ കൗലോ നിധി അന്വേഷിച്ച് പോയ പോലെ കാലിൻ്റെ അടിയിലുള്ള നിധി നമ്മൾ കാണാതെ പോവില്ല, അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൃത്യമായൊരു ധാര ഉണ്ടെങ്കിൽ ആ ധാര ആ സ്വപ്നത്തിൽ ചെന്ന് ലയിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സംവിധാനത്തിനെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഒരാശയമാണല്ലോ, അതൊരു കെട്ടിടമോ ഒന്നുമല്ല, അതൊരാശയമാണ്. എല്ലാ മനുഷ്യർക്കും വരാവുന്നൊരിടം എന്നൊരാശയമാണ് ഇല എന്ന് പറയുന്ന സാധനം രൂപപ്പെടാനുണ്ടായ ഒരു കാരണം. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാ ഒരു ഇല, ഒരു വൃക്ഷത്തിലൊരു ഇല ഉണ്ടായാൽ കുറേ ഇലകളുണ്ടായാൽ കുറേ തണലുണ്ടാവും. ഒരു ഇലയാണെങ്കിൽ തണൽ കുറവായിരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും ഈ ഇല ഇല്ലാതാവണം. എല്ലാ മനുഷ്യരും ചുറ്റുമുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഇലകളായി മാറുന്ന ഒരു കാലം സ്വപ്നം കാണാൻ. ഇത് നമ്മൾ പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമാണ്, പക്ഷേ പിന്നെ അതങ്ങനെ ചിന്തിക്കണം. എല്ലാ മനുഷ്യരും ചിന്തിക്കണം. എല്ലാ മനുഷ്യരും ഇലകളായി ഈ പ്രപഞ്ചത്തിനാകെ തണൽ കൊടുക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഗതി. ഇനിയിപ്പോൾ ഒരു ഇല ഇല്ലാതായി, ഇല മണ്ണിൽ വീണാലും ആ മണ്ണിൽ അത് അലിഞ്ഞ് അത് ലയിച്ച് പുതിയ വിത്ത് മുളക്കാൻ ആ ഇല വളമാവുന്നുണ്ട്. ഇല ഇല്ലാതാവുമ്പോഴും അത് വേസ്റ്റല്ല, ഇല വളമാവും. മണ്ണിൽ ലയിക്കണം. നമ്മളെല്ലാ മനുഷ്യരും മണ്ണിൽ ലയിക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും മണ്ണിൽ ലയിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സങ്കല്പമാണ് ഇലക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാനുഷികമായ ചില പരിമിതികൾ, വ്യക്തി എന്നുള്ള നിലക്കൊക്കെ അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലക്കൊക്കെ നമുക്ക് പരിമിതികളുണ്ടാവും. പക്ഷേ ഈ ആശയത്തിന് പരിമിതികളില്ല.